എൻ്റെ പേര് മേരി സെബാസ്റ്റ്യൻ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ല ഇരിഞ്ഞാലക്കുട ചേലൂർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 11/5/2019 എനിക്ക് ഉടമ്പടിയിൽ ലഭിച്ച 3 സാക്ഷ്യങ്ങളും ഉടമ്പടിയിൽ വയ്ക്കാതെ ലഭിച്ച സാക്ഷ്യങ്ങളും പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി ഉടമ്പടിയിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, എൻ്റെ മകൻ്റെ കല്യാണകാര്യമായിരുന്നു ആദ്യം ഞാൻ എഴുതിയിരുന്നത്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി 2 മാസത്തിന് ശേഷം, അതായത് മെയ്, ജൂൺ, ജൂലൈ 11 എൻ്റെ മകൻ്റെ വിവാഹം നടന്നു. അവൻ്റെ ഭാര്യയും 2 മക്കളുമാണ് ഇവിടെ നിൽക്കുന്നത്. 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു അനുഗ്രഹം 2 മക്കളെ നൽകിക്കൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമതായി നിയോഗത്തിൽ വെച്ച എൻ്റെ സാക്ഷ്യം എൻ്റെ സഹോദരന് വേണ്ടിയാണ്. അവന് ഒരു പുര പുതിയത് പണിയുവാനും പഴയ പെര വിൽക്കുവാനുമായിരുന്നു. അത് 2ഉം അമ്മ എനിക്ക് സാധിച്ചു തന്നു. മൂന്നാമതായി ഞാൻ വെച്ചിരുന്ന നിയോഗം എൻ്റെ മകൻ്റെ ജോലിയുടെ പ്രമോഷനായിരുന്നു. കുഞ്ഞുമക്കൾ ജനിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് ജോലി പ്രമോഷൻ ലഭിച്ചു. അങ്ങനെ ഉടമ്പടിയിൽ വെച്ച 3 നിയോഗങ്ങൾ നടന്നത് കൂടാതെ 2 മക്കളെ ദൈവം നൽകി അനുഗ്രഹിച്ചത് കൂടാതെ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ശ്വാസമുട്ടലിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും ഉപ്പ് കഴിക്കുകയും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപ്പ് കഴിക്കുകയും മാതാവിൻ്റെ തൈലം എൻ്റെ കാലുകളിലും കൈകളിലും എല്ലാം പുരട്ടി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലുകയുമായിരുന്നു. ഞാൻ പോലും അറിയാതെ തന്നെ ഇൻഹേലർ പോലും എനിക്ക് വലിക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ അസുഖം മാറിയത് ഞാൻ അറിയുന്നത് ഈ 3 വർഷങ്ങളായിട്ടും ഈ ശ്വാസം മുട്ട് എന്നെ അലട്ടുന്നില്ല. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. അമ്മ മാതാവ് തന്നെയാണ് അത് എടുത്തു മാറ്റിയതെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായി 3 വർഷത്തോളമായി എൻ്റെ മുട്ടുമടക്കുവാനോ കോവണിപ്പടികൾ കയറുവാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോവണിപ്പടികൾ കയറുവാനും മുട്ടുമടക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമതായി ഈ കൊച്ചുമകൾ, ഞങ്ങൾ ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ ചേലൂർ ഇടവകയിൽ പെരുന്നാളാണ്, ക്രിസ്മസ് കഴിഞ്ഞ് പിന്നത്തെ ഞായറാഴ്ച. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അൽമാരിമ കുറച്ച് തുരുമ്പ് കണ്ടതുകൊണ്ട് മകൻ ഒരു കൊച്ചു പാത്രത്തിൽ മണ്ണെണ്ണയെടുത്തിട്ട് ആ തുരുമ്പ് കളയുവാൻ അവനത് എടുത്തു. പക്ഷേ അത് വർത്താനം പറഞ്ഞ് ഇതിനിടയിൽ ആ മണ്ണെണ്ണ വെച്ചിരുന്ന പാത്രം താഴെ വെച്ചത് അവൻ മറന്നുപോയി. കുട്ടി അതറിയാതെ വന്ന് വായിലൊഴിച്ചു. പെട്ടെന്ന് തന്നെ അവളത് തുപ്പുകയും സൗണ്ട് കേട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഓക്കാനിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ കുറച്ച് ഛർദ്ദിച്ചു പോയി. പക്ഷെ ഞാൻ ഓടി ചെന്ന് പിന്നെ കൈയിട്ട് അവളെ വീണ്ടും ഛർദ്ദിപ്പിച്ചു. പക്ഷേ വെള്ളം കൊടുക്കാൻ അങ്ങനെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വെള്ളം കൊടുത്തില്ല. പക്ഷെ അതിന് പകരം ഞാൻ ഓടിപ്പോയി എൻ്റെ അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പ്, അല്ലെങ്കിലും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ 2 കുഞ്ഞുമക്കളും എൻ്റെ അടുത്ത് വന്നിട്ട് കുരിശ് വരച്ചതിന് ശേഷം അവർക്ക് എന്നും ഉപ്പും അമ്മയുടെ തൈലം നെറ്റിയിൽ കിട്ടണം. അത് ഞാൻ എന്നും കുരിശ് വരച്ച് അവർക്കത് കൊടുക്കുമായിരുന്നു, ഉപ്പും കൊടുക്കുമായിരുന്നു. അന്നും ആ ഓട്ടത്തിനിടയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അമ്മയുടെ ഉപ്പായിരുന്നു. വേഗം തന്നെ ഒരു നുള്ളെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ അവളുടെ നാവിൽ തേച്ച് കൊടുത്തു. ആസ്പത്രിയിൽ കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞത് 5 ദിവസമെങ്കിലും ഐസ് റൂമിൽ കിടത്തണമെന്നാണ്. പക്ഷേ ഡോക്ടറൊക്കെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറയുകയാണ് കുട്ടിയെ വാർഡിലേക്ക് മാറ്റാമെന്ന്. തലേദിവസം കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് മണ്ണെണ്ണ കുടിച്ചത് കൊണ്ട് അവൾക്ക് കുറച്ച് കഫക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ന്യൂമോണിയായിട്ട് തിരിയുവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ മകൾക്ക് ഒന്നും സംഭവിക്കാതെ പിറ്റേ ദിവസം തന്നെ അവളെ വാർഡിലേക്ക് മാറ്റുകയും കുറച്ച് ദിവസം കിടക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ 3 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. കുഞ്ഞുമോളാണ് ഇപ്പോൾ. അതിന് ശേഷം ഇന്ന് വരെ ചെറിയ നീരുവീഴ്ചകൾ വരുന്നുവെങ്കിലും അവൾക്ക് വേറെ അസുഖം, ഡോക്ടറെ കാണിക്കേണ്ട ഒരു അസുഖം എൻ്റെ മോൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ കുറേ അനുഗ്രഹങ്ങളും അതും എൻ്റെ മകൻ്റെ പുറത്ത് പെട്ടെന്ന് അവന് അവന് ഇടർച്ച ഉണ്ടായി. അപ്പോൾ അവനത് വിലങ്ങി പോലെ ആയപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴെന്ത് വന്നാലും ഈ ഉപ്പും തൈലമാണ് കൂടുതലുമായി ഉപയോഗിക്കുന്നത്. അത് മകൻ്റെ പുറത്ത് പറ്റി അത് ചെയ്തതുകൊണ്ട് അവൻ്റെയും അസുഖം കാലത്ത് പറ്റി വൈകുന്നേരം ഇപ്പം ഞാൻ മോനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മാറി അമ്മയെന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ കുഞ്ഞുമക്കൾക്കായാലും എന്താവശ്യം വന്നാലും അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പും തൈലമാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
ഇനിയും കുറേ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഇനി എനിക്ക് ലഭിക്കാത്ത 3 നിയോഗങ്ങളും കൂടിയുണ്ട്. അത് എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നന്ദി പറയാം. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 100,000 നന്ദി പറയുന്നു.